നമ്മൾ പിന്നെ കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒന്ന് കുറച്ച് ഗോതമ്പ് ഉപ്മാവ് ഉണ്ടാക്കുക. കുറച്ച് ഗോതമ്പ് അത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉഴുന്നപ്പരിപ്പ് നമ്മൾ സവാള ഇട്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ കടലപ്പരിപ്പ് ഇടുന്നു. നമ്മുടെ പച്ച നിലത്തിൻ്റെ ഇടാറുണ്ട്, ഞങ്ങൾക്ക് ഇടാറുണ്ട്. പിന്നെ മുന്തിരി ഇടാം, നമുക്ക് ഉണ്ടായാലും നമ്മൾ ഇടാറുണ്ട്. അതൊന്നും നമ്മളൊന്നും ഇടുന്നില്ല. വെറുതെ കടുക് ഒഴിഞ്ഞ പരിപ്പ്, കടുക് കടലപ്പരിപ്പൊക്കെ ഇടാറുണ്ട്. അത് വേണ്ട, കടലയിടാം, അത് വേണ്ട. പിന്നെ അതൊന്നും ഇട്ടില്ല. നമ്മൾക്ക് കറിവേപ്പില ഇട്ട് സവാള ഇത് ബാധിക്കുമ്പോഴേക്ക് നമ്മൾക്ക് കുറച്ച് കാണിച്ചത് നമ്മുടെ വീഡിയോയിലിട്ടുണ്ടായ നെയ്യാണ്. നമ്മൾ പാൽപ്പാട എടുത്തുണ്ടാക്കിയ നെയ്യാണ്, ഒറിജിനൽ നെയ്യ്. നമ്മുടെ ഒറിജിനൽ നെയ്യാണ്. നല്ല നെയ്യല്ലേ, സൂപ്പർ നെയ്യല്ലേ. നമ്മൾ ഉണ്ടാക്കുന്നുള്ള നല്ല ഇത് കാണുമ്പോഴേ നല്ലൊരു ഭംഗി. നമ്മൾ കുറച്ച് നെയ്യ് എടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമ്മൾ പെട്ടെന്ന് ചൂടാവണ പാത്രം വെച്ച് പെട്ടെന്ന് നമ്മൾ വേറെ പാത്രം എടുത്തില്ല. തിളക്കട്ടെ. കുറച്ചുകൂടി നമുക്ക് നെയ്യ് ഇടാം. നല്ല നമ്മളുടെ നെയ്യ് ഇങ്ങനെ പാൽപ്പാടയൊക്കെ എടുത്ത് വെച്ചാൽ ഇങ്ങനെ നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തിളക്കട്ടെ. സൂപ്പർ നെയ്യാണ്. അടച്ചേക്കാം.
ശബ്ദം. ഭയങ്കര ശബ്ദമാണ്. കളി ഭയങ്കരമാന്നേ. അകത്തന്നെ വന്ന് കളിക്കുള്ളൂ, പുറത്ത് പോവില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അതുവരെ മിണ്ടാതെ കിടക്കും. കുഞ്ഞു ബക്കറ്റൊക്കെ കളിക്കുക, കൊണ്ടുപോവുക, കളിക്കുക. കുറേ സമയം കൊണ്ടാൽ കിടന്നതാണ്. നല്ല അടി വെച്ച് കൊടുത്ത് എന്താ ചെയ്യുക. നായ്ക്കുട്ടിൻ്റെ ഒരു വികൃതിയാണ്. പുറത്ത് നമ്മുടെ വേറെ ഒരു കൂട്ടുകാരി ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഒരു ചാനലിലുള്ള കുട്ടിയാണ്. ആ കുട്ടി പാവം ആട് മേയ്ക്കാൻ പോകുമ്പോൾ പുല്ലരിഞ്ഞ് വരുമ്പോൾ പുല്ലൊക്കെ തലയിൽ വെച്ച് ആട്ടിനെയും കൊണ്ടുപോയി. ആട് വലിച്ചു കൊണ്ടുപോവുക പാവം. അങ്ങനെയൊക്കെ ആയിട്ടേ. നമ്മുടെ പേരിപ്പോൾ ഓർക്കുക, കുട്ടീൻ്റെ പേര് എന്താ ഇപ്പോൾ ഓർക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അതുപോലെ ഈ പട്ടിക്കുട്ടിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഭയങ്കര. അത് കുഞ്ഞിൽ നമ്മൾ കഴിക്കട്ടെ നമ്മൾ പുതിയതാകുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. വലിയ കുട്ടിയാവട്ടെ വേഗം നല്ല കഴിക്കാൻ കൊടുത്ത് കഴിക്കണമല്ലോ, എന്തെങ്കിലും കഴിക്കട്ടെ, ഇത് കഴിക്കുക. നമ്മളിത് കാണുമ്പോൾ നമ്മൾ പിന്നെ ഇതിട്ട് കൊടുത്തു അല്ല ഇങ്ങനെ കായ വറുത്തത്, അല്ലെങ്കിൽ റസ്ക്, ബിസ്ക്കറ്റ്, അങ്ങനെ എന്താണ് ഉരുളൻകിഴങ്ങ് മറ്റേ ഇത് വറവ്, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ നോക്കി എന്തായി ഭയങ്കര ശല്യമായി. ഭയങ്കര ശല്യം. അതാണിപ്പോൾ ഉണ്ടായത്. തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചേക്കാം. കുറച്ച് നേരം അടച്ച് വെച്ച് തിളക്കട്ടെ. ഞങ്ങൾ മുതിര കൊണ്ട് പായസം വയ്ക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായി കഴിക്കാനൊരു ആഗ്രഹം. ഈ പ്രാവശ്യം നമ്മളത് വെച്ചില്ല. തിരുവാതിരയൊന്നും വെച്ചില്ല. സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വെച്ചില്ല. മേടിച്ചിട്ടൊന്നും വെച്ചില്ലായിരുന്നു. കഴിക്കാനൊരു ഇഷ്ടമാണ്. എൻ്റെ അമ്മ അങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കി തന്ന് നമ്മളങ്ങനെ ഓരോ ഇതാകുമ്പോഴും അമ്മയ്ക്ക് നമ്മൾ നോക്കും. നമ്മൾ എല്ലാവർക്കും ഉണ്ടാകും, എല്ലാവർക്കും. അപ്പം നമ്മൾ എത്ര കാലം അമ്മ ഉണ്ടാവും എന്നുള്ളോർത്ത് നമ്മളെല്ലാ സാധനങ്ങളും അപ്പോൾ നമ്മളെന്ത് തിരക്കിലാണെങ്കിലും എല്ലാം ഉണ്ടാക്കി നമ്മളെ പഠിപ്പിച്ചതുപോലെ എല്ലാം അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രാവശ്യം നമ്മളുണ്ടാക്കിയില്ല എന്ന് പറയണേ. സാധനം ഉണ്ടാക്കിയില്ല. അതാണ് നമ്മുടെ മാവ് റെഡിയാകും. നമ്മൾ നിലക്കടല ഇടുന്നതാണ്. നമ്മൾ എന്നിട്ടില്ല. അന്ന് ശിവരാത്രി അധിക സാധനങ്ങളൊന്നും പാടില്ല, ആയിരുന്നു. കുഴപ്പമില്ല. നമ്മളിങ്ങനെ സിമ്പിളായി ഉണ്ടാക്കാം. കുറച്ച് നെയ്യും സവാളയൊക്കെ ഇട്ട് അങ്ങനെ മതിയാക്കാം നമുക്ക്. ഞാനത് രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്കും കഴിച്ചില്ല. ഉച്ചയ്ക്ക് കഴിക്കാം നമുക്ക്, ശിവരാത്രിക്ക് എല്ലാവരും കഴിക്കണമല്ലോ, കഴിക്കും. പക്ഷെ ഞാൻ
ഇന്നൊന്നും കഴിച്ചില്ല. രണ്ട് നേരവും കഴിച്ചില്ല. ചായ കുടിച്ചു. അതാ അമ്പലങ്ങളിലെല്ലാം നല്ല വിശേഷമുള്ള ദിവസം ഡാൻസ്, പാട്ട് ഒക്കെ, ഭക്തിഗാനങ്ങൾ. ഇപ്പോൾ ഇന്നൊരു മേഡം നമ്മൾ തൃശ്ശൂരിൽ നിന്നൊരു മേഡം വന്നിരിക്കുന്നു, പാട്ട് പാടാമെന്ന്. നല്ല ഭംഗിയുണ്ട് ഒരു മേഡം, നല്ല ഒരു അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു അവർ. അപ്പം ചോദിച്ചപ്പോഴേ പറഞ്ഞ മേഡം എവിടേക്കാന്ന് വെച്ചാൽ പിന്നെ പാട്ട് പാടാൻ ശിവരാത്രിക്കല്ലേ. അപ്പോൾ ആൾക്കാർ വരും ഇനിയും. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ചായ കുടിച്ചിരിക്കാം എന്ന് വെച്ചിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ മേഡത്തിനെ പരിചയപ്പെട്ടു. അപ്പം നമ്മുടെ അമ്പലങ്ങളിലെല്ലാം, ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ നല്ല അടിപൊളി പ്രോഗ്രാമൊക്കെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ശിവരാത്രിക്ക് എല്ലാവർക്കും ഭംഗിയാവട്ടെ. അടുത്ത വർഷം എല്ലാവർക്കും, ഭൂമിയിലെല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും നമ്മൾ ശിവരാത്രി അമ്മമാർക്കും എല്ലാവരും അടുത്ത വർഷം സന്തോഷത്തോടെ ശിവരാത്രി എടുക്കാൻ അവരെ ദൈവം ഈശ്വരൻ സർവശക്തൻ ശിവൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ പാതി എടുക്കുള്ളൂ. ഞാൻ പാതി രാത്രി ഞാനൊരു 12 മണി നമുക്ക് പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പണ്ട് ഞങ്ങളെല്ലാം നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് എല്ലാ ആൾക്കാരും പോയി നമ്മുടെ ബാക്കിൽ, ഇപ്പോൾ ഇരിക്കുന്ന ബാക്കിൽ അമ്പലത്തിൽ നല്ല വിശേഷം. അവിടെ എല്ലാവരും നേരം വെളുക്കുന്നവരെ ഇരിക്കും. ഉറക്കമൊക്കെ വരും. ഞാനൊക്കെ ഉറങ്ങിപ്പോകും കേട്ടോ. അവരൊക്കെ അമ്മമാരൊക്കെ ഞങ്ങളുടെ കടയിൽ വന്നിരിക്കുമായിരുന്നു. അച്ഛനുണ്ട്, അമ്മയുണ്ട്, എന്നെല്ലാവരും ഉണ്ട്. അപ്പം നമ്മളവിടെ വന്നിരിക്കും എല്ലാവരും പ്രോഗ്രാം തുടങ്ങുന്നവരെ. അന്നേരം നമ്മൾ അവരെല്ലാവരും കൂടെ നമ്മളെ അമ്മമാരൊക്കെ ആയി, ചേച്ചിമാരെ അമ്മമാരൊക്കെ ആയിട്ട് എന്താ ചെയ്യുക, എല്ലാം എടുക്കുന്ന ഒരു അമ്മമ്മയുണ്ടായിരുന്നു. വെള്ളം പോലും, പച്ചവെള്ളം പോലും കുടിക്കില്ല. ഇങ്ങനെ നമ്മൾ പറയില്ലേ, തുപ്പൽ പോലും, അങ്ങനെയൊക്കെ ഭയങ്കരമായ ചിട്ടയോടെ കൂടി. അവസാനമായി അമ്മമ്മ തൂങ്ങി മരിച്ചു. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈശ്വരനെ അവിടെ നിന്ന് എന്തൊക്കെയാണ് നമുക്ക്, കുറേയൊക്കെ നമുക്ക് വെച്ചതല്ല, കുറേയൊക്കെ നമ്മൾ തന്നെ ആവണം. പക്ഷേ അപ്പോൾ ആ അമ്മമ്മ നല്ല വ്രതം എടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ആ അമ്മമ്മ തൂങ്ങി മരിച്ചു. എത്ര വയസ്സായോ, ആ ഒരു 80 വയസ്സുണ്ട്. പക്ഷെ നടക്കും, മെലിഞ്ഞ ശരീരമായിരുന്നു, നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അവർ തൂങ്ങി മരിച്ചു പോയി അമ്മമ്മ. നല്ല വ്രതം എടുക്കും, നല്ല ശിവരാത്രിക്കൊക്കെ അടിപൊളിയായിട്ട് ഉറക്കമൊഴിച്ച് നല്ല മെടുക്കുക. മെലിഞ്ഞ ശരീരം അവർ, ആ അമ്മമ്മ അങ്ങനെ മരിച്ചുപോയി. നമ്മൾ എത്ര വ്രതം എടുത്താലും നമുക്കൊന്നും അറിയില്ല. പക്ഷെ എല്ലാം ഒരു ഈശ്വര നിശ്ചയം. ഈശ്വരൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഭൂമിയിൽ എങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ, അങ്ങനെ ചെയ്താൽ അങ്ങനെ, വ്രതം എടുക്കുക ശിവരാത്രിക്ക്, അതൊക്കെ പറഞ്ഞാൽ നമ്മൾ അതുപോലെയൊക്കെ ചെയ്യും അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വർഷം ശിവരാത്രി എടുക്കാനുള്ള എല്ലാവർക്കും അനുഗ്രഹം തരണേ. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാം.